നമ്മൾ നിൽക്കുന്നത് കുളുമണാലിയിലാണ്. കുളുമണാലിയിലത്തെ ഒരു ഫുഡ് നിങ്ങൾ കഴിക്കാതില്ലാന്ന് എനിക്കറിയാം. ചിലവ് കഴിക്കാതെയൊക്കെ ഉണ്ടാവും, കുഴപ്പമൊന്നുമില്ല. ഇതൊക്കെ നമ്മൾ ഉണ്ടാക്കിയാൽ നമുക്ക് കഴിച്ചെന്ന് പറയാൻ പറ്റില്ല. ബിരിയാണി ഉണ്ടാക്കാൻ പോകുന്നത് നല്ല റെസിപ്പിയാണ്. അപ്പോൾ നമ്മളിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് നല്ല റെസിപ്പിയാണ്, സെയിംസ് റെസിപ്പിയാണ്. അപ്പോൾ ഞാനിന്ന് ഉണ്ടാക്കാൻ പോകുന്നതെന്ന് വെച്ചാൽ നമ്മുടെ ഇവിടുത്തെ നല്ലൊരു ബിരിയാണിയാണ് കേട്ടോ. അപ്പോൾ നല്ലൊരു ബിരിയാണിയാണ്. അപ്പോൾ നമ്മൾ ചിക്കൻ ബിരിയാണിയാണ് കഴിക്കാൻ പോകുന്നത്. ഈ ചിക്കൻ ബിരിയാണി നമ്മുടെ അവിടുത്തെ പോലത്തെ അല്ല, കേരളത്തിലത്തെ പോലത്തെ അല്ല, ഇത് വേറെ തരം. അപ്പോൾ ഞാൻ ആദ്യം തന്നെ കുറച്ച് സാധനങ്ങളെ ഞാൻ പറയുന്നുള്ളൂ, അതിനനുസരിച്ച് തന്നെ നിങ്ങൾ ചെയ്യാം. ഓക്കെ ഓക്കെ തുടങ്ങാം. നമ്മുടെ ആദ്യം തന്നെ ഉണ്ടാക്കാൻ പോകുന്നത്, ആദ്യം തന്നെ നമ്മൾ ഒരു വാൻ എടുക്കുക. അതിൽ കുറച്ച് എണ്ണ, അതിനോടൊപ്പം തന്നെ കുറച്ച് എന്താ പറയുക കടുക്, അതുണ്ട്. എന്നിട്ട് നല്ലോണം ഇളക്കി കൊടുക്കാം. അതിൻ്റെ സവാള ചെറിയ ചെറിയ കഷ്ണാക്കി ഇട്ടിട്ട് നല്ലോണം ഇളക്കുക. പിന്നെ ഒരു മുളക് എടുത്തിട്ട് റൗണ്ട് ഷേപ്പിൽ ഇടുക, നല്ലോണം ഇളക്കി കൊടുക്കുക. എന്നിട്ട് കുറച്ച് കാശ്മീരി മുളക് പൊടിയാണ് ഞാൻ ഇടുന്നത്, അത് ഇച്ചിരി ഇടുക. കുറച്ച് മഞ്ഞൾപ്പൊടി ഇടുക, കുറച്ച് ഉപ്പും ഇടാം. നല്ലോണം ഇളക്കി കൊടുക്കാം കേട്ടോ. ഞാൻ ഇളക്കിക്കൊണ്ട് കൊടുക്കുകയാണ്. ഇനി നമുക്ക് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അതിലോട്ട് നമ്മൾ ചിക്കൻ, നല്ല പൊരിച്ച ചിക്കൻ വേണം അതിലോട്ട് ഇടാൻ. പൊരിച്ച ചിക്കൻ നമ്മൾ ഇട്ടിട്ടുണ്ട്. ഇനി അതിനുശേഷം നല്ലോണം ഇളക്കി കൊടുക്കാം. അപ്പോൾ ഞാൻ ഒരു കാര്യം പറയട്ടെ, ഈ പൊരിച്ച ചിക്കൻ എങ്ങനെയാണ് അത് വരട്ടി വെക്കുകയെന്ന് വെച്ചാൽ, നമ്മൾ ചിക്കൻ എടുത്തിട്ട് അതിലോട്ട് നമുക്ക് കാശ്മീരി പൊടിൻ്റെ മുളക് പൊടി, അതിനോടൊപ്പം കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് ഉപ്പ് പൊടിയൊക്കെ തേച്ച് നല്ലോണം വരട്ടിയിട്ട് കുറച്ച് കുരുമുളക് പൊടി ഇട്ടിട്ട് നല്ലോണം ഇളക്കി കൊടുക്കാം. ഇതിന് ശേഷം ഇത് പൊരിക്കാനിടുക. പൊരിച്ച ശേഷം ഇത് നമ്മുടെ കറിയിലോട്ടിട്ടോ. ഇനി നമുക്ക് നല്ലോണം ഇളക്കി കൊടുക്കാം. എന്നിട്ട് കുറച്ച് മുളക് പൊടി, മസാലപ്പൊടി, ഉപ്പ്, മഞ്ഞൾപ്പൊടി ഇതൊക്കെ ഇട്ട് നല്ലോണം ഇളക്കി കൊടുക്കാം. കുറച്ച് കരിവേപ്പില ഇടാം. നല്ലോണം ഇളക്കി കൊടുക്കാം. നമുക്കത് അടച്ച് വെച്ച് മാറ്റി വയ്ക്കാം. ഗ്യാസിലോട്ട് തന്നെ വയ്ക്കാം. കുറച്ച് നേരം അത് ഇതാവട്ടെ, 15 മിനിറ്റ് വെയിറ്റ് ചെയ്യാം. അതിന് മുമ്പേ നമുക്ക് അത് അരി എടുക്കാം. അരി നമ്മൾ നല്ലോണം വേവിച്ച ശേഷം അരി നല്ലോണം കൂട്ടി ചെയ്ത് അരിയൊക്കെ റെഡിയായ ശേഷം ബിരിയാണി അരി കേട്ടോ. എന്നിട്ട് നമ്മൾ ഈ കറി മാറ്റിച്ചില്ല വാനിൽ നിന്ന്, ആ വാൻ തുറന്നിട്ട് നല്ല ഇതിൻ്റെ മാറ്റമുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ഇതിലോട്ട് കുറച്ച് ഈ അരികളൊക്കെ ഇടുക. അരി ഇട്ടിട്ടുണ്ട് നമ്മൾ ബിരിയാണി അരി. ഞാൻ ഇന്ത്യ ഗേറ്റിൻ്റെ ബിരിയാണി അരിയാണ് ഞാൻ ഇട്ടിട്ടേക്കുന്നത്. ഇതിൽ നല്ലോണം ഇളക്കി കൊടുക്കുന്നുണ്ട് ഞാൻ. നല്ലോണം ഇതിൽ മല്ലിയില, അതേപോലെ ഗ്രാമ്പു അങ്ങനെ ഒന്നും ചേർക്കണ്ട. കാരണം ഇതിൽ മല്ലിയിലയും ഗ്രാമ്പും ഒന്നും ചേർക്കാത്ത ഒരു റെസിപ്പിയാണത്. അപ്പോൾ ഇതിൽ ഗ്രാമ്പ് വേണമെങ്കിൽ ചേർക്കാം, പക്ഷെ മല്ലിയില ഒരിക്കലും ചേർക്കരുത് കേട്ടോ. ഈ ബിരിയാണിയിൽ മല്ലിയില ചേർത്താൽ ഒന്നിനും കൊള്ളുണ്ടാവില്ല. അവിടുത്തെ ഫുഡാണെന്ന് ആരും പറയില്ല. അപ്പോൾ അങ്ങനെ ഒന്നും ചേർക്കരുത്, മല്ലിയില ചേർക്കരുത്. വേണമെങ്കിൽ നിങ്ങൾ ഗ്രാമ്പു ഇടാം, പക്ഷേ ഒരിക്കലും മല്ലിയില ഇടരുത്. മല്ലിയില ഇതിലിട്ടാൽ അത് നല്ല റെസിപ്പി ആവില്ല. അതൊക്കെ നമ്മൾ മല്ലിയില എന്തെങ്കിലും അത്യാവശ്യത്തിനൊക്കെ കറിക്കൊക്കെ ഇടാം കേട്ടോ. റെഡി ആയിട്ടുണ്ട്. അടിപൊളി ടേസ്റ്റി, നല്ല രസമുണ്ട്. അതൊന്ന് ഉണ്ടാക്കി നോക്കുക. അതിനോടൊപ്പം തന്നെ നമുക്ക് കുറച്ച് ചമ്മന്തിയൊക്കെ ഉണ്ടാക്കാം. കുരുമണിക്കാണെങ്കിൽ നമ്മൾ ചമ്മന്തി ഉണ്ടാക്കാം, പക്ഷേ ഇതിനും നമ്മൾ ചമ്മന്തി ഉണ്ടാക്കാം. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ കുറച്ച് കുരുമുളക് ഇടുക മിക്സിയിൽ, എന്നിട്ട് കുറച്ച് കാശ്മീരി പൊടി ഇടുക. എന്നിട്ട് അതൊന്ന് മിക്സിയിലടിക്കാം. അതിന് ശേഷം ഈ മിക്സിയിലടിച്ച ഇത് നമ്മൾ ഇതിലോട്ട് ഇടാം, ഒരു വാനിലിടാം. എന്നതിന് ശേഷം അതിലോട്ട് നമ്മൾ കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് മസാലപ്പൊടി നല്ലോണം ഇളക്കി കൊടുക്കുക. എന്ന് വെച്ചാൽ ഇത് അടച്ചു വയ്ക്കുക. ഇനി വേറൊരു പാത്രം എടുത്തിട്ട് അതിലോട്ട് മിക്സി എടുക്കുക. എന്നിട്ട് ആ മിക്സിയിൽ നമ്മൾ കുറച്ച് മല്ലിയില നമ്മൾ ഇങ്ങനെ ഇടാം. എന്നിട്ട് അതിൻ്റെ കൂടെ കുറച്ച് കാശ്മീരി പൊടി ഇടുക. എന്നിട്ട് മിക്സിയിലോട്ട് അടിച്ച ശേഷം വേറൊരു പാത്രത്തിൽ ഇടുക. എന്നിട്ട് അത് ഗ്യാസിൽ വയ്ക്കുക. അപ്പോൾ രണ്ടും ഗ്യാസിൽ വെച്ചിട്ടുണ്ട്. കുറച്ച് 10 മിനിറ്റ് കഴിഞ്ഞ ശേഷം അത് നോക്കുമ്പോൾ രണ്ടും നല്ല ടേസ്റ്റുള്ളൊരു കറിയാവും, ചമ്മന്തിയാവും. നമുക്ക് നല്ലോണം ഇളക്കി കൊടുക്കാവുന്നതായിരുന്നു. നമ്മൾ ചമ്മന്തി രണ്ടും റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് മൈനസ് ഉണ്ടാക്കണ്ടേ. അപ്പോൾ നമ്മൾ ഇതേ ഒരു മിക്സ് എടുക്കുക. അതിലോട്ട് ഞാൻ 5 മുട്ട എടുത്തിട്ടുണ്ട്. 5 മുട്ട മുറിച്ചിട്ട് ഞാൻ ഇതിലോട്ട് ഇട്ടിട്ടുണ്ട്. അതിന് ശേഷം നമ്മൾ കുറച്ച് ഉപ്പിടാം, കുറച്ച് വിനാഗിരി ഇടാം,
കുറച്ച് സൺഫ്ലവർ ഓയിൽ ഇടാം. അതിന് ശേഷം നല്ലോണം മിക്സിയിലടിക്കാം. അതിന് ശേഷം ഇത് മൈനസ് ദയിലോട്ട് ഇടാം. അപ്പോൾ നല്ല റെഡി ആയിട്ട് നല്ല ബിരിയാണി നമ്മുടെ കുണുമണാലിത്തെ നല്ലൊരു ബിരിയാണിയാണ് റെഡി ആയിരിക്കുന്നത്. അടിപൊളി ബിരിയാണിയാണ്. നിങ്ങൾ കഴിച്ചു നോക്കുക. അതിന് ശേഷം നിങ്ങൾ എല്ലാം സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. അപ്പോൾ ടാറ്റ ബൈ ബൈ. അതിന് മുമ്പായിട്ട് ഒരു കാര്യം, നിങ്ങൾ ഇത് കഴിച്ചിട്ട് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഓക്കേ, ടാറ്റാ.